Good evening, sir. Okay. ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിനായിട്ടും രണ്ട് വർക്കാണ് നോക്കുന്നത്. ഒന്ന് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ ബൈ ഫെർഡിനൻഡ് ഡി സോഷ്യൂർ, രണ്ടാമത്തത് ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് ബൈ ടി.എസ്. എലിയറ്റ്. സോ ഈ രണ്ട് എസ്സെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിൽ സ്റ്റാർട്ട് വിത്ത് നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ ബൈ ഫെർഡിനൻഡ് ഡി സോഷ്യൂർ. സോഷ്യൂർ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്, സെമിയോട്ടീഷ്യനാണ്, അതുപോലെ ഫിലോസഫറാണ്. ഹി ഈസ് ഫാദർ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സിനെ ഒരു സയൻറ്റിഫിക് ഫീൽഡ് ഓഫ് സ്റ്റഡി ആയിട്ട് ശരിക്കും പ്രസന്റ് ചെയ്യുന്നത് ആദ്യമായിട്ടും ഫെർഡിനൻഡ് ഡി സോഷ്യൂർ ആണ്. സോഷ്യൂറിന്റെ വർക്കുകൾ നോക്കുവാണെങ്കിലും ശരിക്കും പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്കുകൾ, ലൈഫ് ടൈമിൽ പബ്ലിഷ് ആയിട്ടുള്ള വർക്കുകളൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് ലെക്ചേഴ്സ് ആണ് പിന്നീട് കമ്പൈൽ ചെയ്ത് ഒരു വർക്കായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറി ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ലാംഗ്വേജിനെ കുറിച്ചുള്ള ആദ്യമായിട്ടുള്ള സയന്റിഫിക് സ്റ്റഡീസ് ശരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രപ്പോസ് ചെയ്യുന്നത് ശരിക്കും ഫെർഡിനൻഡ് ഡി സോഷ്യൂർ ആണ്. അദ്ദേഹത്തിന്റെ കമ്പൈലേഷൻ ഓഫ് വർക്ക് വിച്ച് ഇൻക്ലൂഡ്സ് ലെക്ചേഴ്സ് ഫ്രം 1906 to 1911, which he presented, actually delivered in University of Geneva. അതിനെയാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പുസ്തകമായിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് തന്നെ അവതരിപ്പിക്കുന്നത്. സോഷ്യൂറിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 1857 മുതൽ 1913 വരെയാണ്. മേജർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, കോൺസെപ്ച്വൽ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ട്. എങ്കിലും മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അതായത് ലാംഗ്വേജ് ഒരു സ്ട്രക്ചറൽ എൻറ്റിറ്റി ആണെന്നും സ്ട്രക്ചറലി നമുക്ക് അതിനെ പഠിക്കാൻ പറ്റുമെന്നും അതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറാലിറ്റിയെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ, സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ എല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ശരിക്കും. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ലാംഗ്വേജിനെ പഠിക്കാൻ പറ്റും, ആസ് എ സ്ട്രക്ചർ എന്ന രീതിയിൽ പഠിക്കാൻ പറ്റുമെന്ന് പ്രപ്പോസ് ചെയ്ത ആളാണ് ഫെർഡിനൻഡ് ഡി സോഷ്യൂർ. രണ്ടാമത് സെമിയോളജി എന്ന് പറയുന്ന സ്ട്രീം ഓഫ് സ്റ്റഡിയെ അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്യുന്നു. പിന്നീട് വരുമ്പോൾ ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് ലാംഗ്വേജ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷണൽ ലോജിക്ക്, സ്ട്രക്ചറൽ ലോജിക്ക്, ലാംഗ്വേജിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ലാങ് ആൻഡ് പരോൾ എന്ന് പറയുന്ന രണ്ട് ഫ്രാക്ഷൻസ് ആണ് ലാംഗ്വേജ്, രണ്ട് ഘടകങ്ങളാണ് ലാംഗ്വേജിന് മെയിൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് സയൻസ് ആണെന്നും ആ സയൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, സയൻസിനെ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സയൻസിനെ ഫോം ചെയ്യുന്ന രണ്ട് ഘടകങ്ങൾ ചേർന്നിട്ടാണ്, ഒന്ന് സിഗ്നിഫൈഡും രണ്ട് സിഗ്നിഫയറുമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതുപോലെ തന്നെ ലാംഗ്വേജ് പഠനത്തിന്റെ ഭാഗമായിട്ട് രണ്ട് രീതിയിലുള്ള മെത്തേഡ്സ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ടെന്ന്, സിൻക്രോണിക് ആൻഡ് ഡയക്രോണിക് സ്റ്റഡിയും, സിൻക്രോണിക്കും ഡയക്രോണിക്കും സ്റ്റഡിയും. അതുപോലെ തന്നെ മീനിങ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മറ്റൊരു ആശയം അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്, അതിനെയാണ് സിൻറ്റഗ്മാറ്റിക് ആൻഡ് ഡയക്രമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് എന്ന് പറയുന്നത്. പിന്നെ ലിംഗ്വിസ്റ്റിക് സൈനിനെ അവതരിപ്പിച്ചു. സെമിയോട്ടിക് ആർബിട്രർനെസ് മറ്റൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി സൈൻ സിഗ്നിഫയർ എന്ന് പറയുന്ന സ്ട്രക്ചർ സൈൻ, ഈ എസ്സേയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്ന എസ്സേയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ എസ്സേ തുടങ്ങുന്നത് തന്നെ സൈൻ എന്ന ഒരു ആശയത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. അതായത് ലാംഗ്വേജ് ഓൾറെഡി ഒരു സിസ്റ്റം ഓഫ് സയൻസ് ആണ് എന്നുള്ള ഒരു ആശയം അദ്ദേഹം ആദ്യം തന്നെ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊരു സിസ്റ്റം ഓഫ് സയൻസ് ആയതുകൊണ്ടാണ് നമുക്ക് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതും സയന്റിഫിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതെന്നും സോഷ്യൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് സയൻസ് ആയതുകൊണ്ട് തന്നെ ഈ സൈൻ എന്ന് പറയുന്നതിന് എന്താണെന്ന് അദ്ദേഹം ആദ്യം വ്യക്തമാക്കുന്നുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് വ്യക്തമാക്കുന്നുണ്ട്, എന്തൊക്കെ എലമെന്റ്സ് ചേർന്നിട്ടാണ് ഒരു സൈൻ ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡിസ്കഷൻ ആദ്യം തുടങ്ങുന്നത് ലാംഗ്വേജിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. അതായത് സോഷ്യൂറിന്റെ ടൈം വരെ ലാംഗ്വേജിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും കണ്ടുകൊണ്ടിരുന്നത്. ഒരു നെയിമിംഗ് പ്രോസസ് ആയിട്ടും, അല്ലെങ്കിൽ ലാംഗ്വേജിന് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആയിട്ടും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഐഡിയാസ് എക്സിസ്റ്റ് ബിഫോർ വേർഡ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ്. അത് ബേസിക്കലി ഒരു കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് എന്ന രീതിയിൽ മാത്രമാണ് ലാംഗ്വേജിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ സോഷ്യൂറിന്റെ വരവോടുകൂടി, അല്ലെങ്കിൽ സോഷ്യൂറിന്റെ തിയററ്റിക്കൽ പ്രൊപ്പോസിഷൻസോടുകൂടി, അല്ലെങ്കിൽ തിയറിയോടുകൂടി ലാംഗ്വേജിനെ കുറിച്ചുള്ള ടോട്ടൽ ആയിട്ടുള്ള കൺസെപ്റ്റ് മാറുന്നുണ്ട്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് ആണ്, എ ഡബിൾ എൻറ്റിറ്റി ആണ്, വൺ ഫോംഡ് ബൈ ദ അസോസിയേഷൻ ഓഫ് ടു ടേംസ് എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട്
ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇറ്റ്സ് എ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്. ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് ആണ്. ഒരു ഡബിൾ എൻറ്റിറ്റി ആണ്. അതൊരു സിംഗിൾ ഫോം അല്ല, ഡബിൾ എൻറ്റിറ്റി ആണ്. വൺ ഫോംഡ് ബൈ ദ അസോസിയേഷൻ ഓഫ് ടു ടേംസ്. രണ്ട് ഫാക്ടേഴ്സ് ജോയിൻ ചെയ്തുണ്ടാവുന്ന ഒരു ഡബിൾ എൻറ്റിറ്റി ആണ് ശരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്നതും. അതൊരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് ആണെന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യം തന്നെ. ഇനി എന്താണ് വാട്ട് എ ലിംഗ്വിസ്റ്റിക് സൈൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിലെ എലമെന്റ്സ് എന്നതിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ട് എലമെന്റ്സ് അല്ലെങ്കിൽ രണ്ട് യൂണിറ്റ്സ് ആണ് ഒരു സൈനിനെ ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ സൈൻ ഈസ് ആക്ച്വലി ഫോർമുലേറ്റഡ് ബൈ ഓർ സൈൻ ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ ടു യൂണിറ്റ്സ്. ഒന്നെന്ന് പറയുന്നത് കോൺസെപ്റ്റ്, രണ്ടെന്ന് പറയുന്ന ഒരു സൗണ്ട് ഇമേജ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് സൈൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഫോം ചെയ്യപ്പെടുന്നത്. സൗണ്ട് ഇമേജിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് സൈക്കോളജിക്കൽ ഇംപ്രിന്റ് ഓഫ് ദ സൗണ്ട്, ദ ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് മേക്സ് ഓൺ അവർ സെൻസസ്. അതിനെയാണ് സൗണ്ട് ഇമേജ് എന്ന് പറയുന്നത്. സൗണ്ട് ഇമേജ് ഇസ് ആക്ച്വലി സംതിങ് ദാറ്റ് ഈസ് ആക്ച്വലി മെയ്ഡ് ഇൻ അവർ മൈൻഡ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഇംപ്രിന്റ് ഓഫ് ദ സൗണ്ട്. അതായത് ഒരു സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ സൗണ്ട് റെസണേറ്റ് ചെയ്യുന്ന, നമ്മുടെ മൈൻഡിൽ റെസണേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സൈക്കിക് സ്ഫിയറിൽ റെസണേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമേജിനെയാണ് ശരിക്കും സൗണ്ട് ഇമേജ് എന്ന് പറയുന്നത്. അതൊരു ഹൈബ്രിഡ് ഇമേജ് ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി കമ്പൈൻഡ് വിത്ത് സൗണ്ട് ആൻഡ് ദ വിഷ്വൽ ഇമേജറി. സോ ദ ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് മേക്സ് ഇൻ അവർ സെൻസസ്, അതായത് സൗണ്ട് നമ്മുടെ സെൻസസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇംപ്രഷനാണ് ശരിക്കും സൗണ്ട് ഇമേജ് എന്ന് പറയുന്നത്. സൗണ്ട് ഇമേജ് ഈസ് സെൻസറി. അതുകൊണ്ട് തന്നെ സൗണ്ട് ഇമേജ് എന്ന് പറയുന്ന ഒരു സെൻസറിയാണ്, ഒരു സെൻസിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ദ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ഇറ്റ് ഈസ് റിവീൽഡ് വെൻ വി ടോക്ക് ടു അവർ സെൽസ് ഓർ റിസൈറ്റ് മെന്റലി a selection of words. It does not require a phoneme, but to make it realize in discourse we use vocal sounds and syllables. അതുപോലെ തന്നെ സൊഷൂർ പറയുന്നുണ്ട് ഇത് ശരിക്കും ഒരു വേഴ്സ്, നമുക്കൊരു സൗണ്ട് ഫോം തന്നെ ഇതിന് ഒരു ഔട്ട്പുട്ട് ആയിട്ട് വേണമെന്നില്ല. മറിച്ച് നമ്മളൊരു വാക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഇമേജ് ആണ് ശരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഇനി ലിംഗ്വിസ്റ്റിക് സൈനെ കുറിച്ച് പറയുമ്പോൾ ഒരു ടു സൈഡഡ് സൈക്കോളജിക്കൽ എൻറ്റിറ്റി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. These elements are actually intimately united and each recall the other. The language sanctions this association. Actually കോൺസെപ്റ്റ് സൈൻ, അതായത് കോൺസെപ്റ്റ് സൗണ്ട് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷനെ സാങ്ഷൻ ചെയ്യുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ ലാംഗ്വേജ് സ്ട്രക്ചറാണ് ശരിക്കും ഈ ഒരു കോമ്പിനേഷനെ ശരിക്കും എന്താ പറയുന്നത്, ഈ അസോസിയേഷനെ ശരിക്കും സാങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അസോസിയേഷനെ പോസിബിൾ ആക്കുന്നത് ലാംഗ്വേജിന്റെ റൂൾസ് ആണ്, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ആണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സൈനിലേക്ക് വരുമ്പോൾ സൈനിന്റെ ആദ്യ ഫോം ആയിട്ടാണ് രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞു, കോൺസെപ്റ്റും സൗണ്ട് ഇമേജും. അതിനെ കൂടുതൽ തിയററ്റിക്കൽ ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് സിഗ്നിഫൈഡും സിഗ്നിഫയറും. ഇതിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിഗ്നിഫൈഡ് ആയിട്ടും സൗണ്ട് ഇമേജ് എന്ന് പറയുന്നത് സിഗ്നിഫയർ ആയിട്ടും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സൈൻ എന്ന് പറയുന്ന ഒരു ഹോളാണ്, അതിൽ കോൺസെപ്റ്റും സൗണ്ട് ഇമേജോടും ചേർന്നിട്ടുള്ള ഒരു ഹോളാണ് ശരിക്കും സൈൻ എന്ന് പറയുന്നത്. ഇതിൽ കോൺസെപ്റ്റ് സിഗ്നിഫൈഡ് ആയിട്ടും സൗണ്ട് ഇമേജിനെ സിഗ്നിഫയർ ആയിട്ടും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അതിനുശേഷം അദ്ദേഹം ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ സൈൻ എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആസ്പെക്റ്റിന്റെ രണ്ട് പ്രൈമോഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ സൈൻ എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്റ്റിന്, അല്ലെങ്കിൽ ഈ ഒരു എലമെന്റിന്, ഒരു എൻറ്റിറ്റിക്ക് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ഒന്നാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ആർബിട്രറിനെസ് ആണ്. അതായത് ഒരു സൈൻ അതായത് സിഗ്നിഫയറും സൈൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിഗ്നിഫയറും സിഗ്നിഫൈഡും ചേർന്നാണ് നമുക്കറിയാം. ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ സൊഷൂർ പറയുന്നു ഈ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി ആർബിട്രറി ആണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആർബിട്രറി ആണ്. അതൊരിക്കലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ അതാണ് അദ്ദേഹം ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് അവതരിപ്പിക്കുന്നത്, ദ ആർബിട്രറി നേച്ചർ ഓഫ് ദ സൈനിന്റെ ആർബിട്രറി നേച്ചർ. Okay. The question in semiology follows the idea of arbitrariness, whether all signs are based on arbitrariness. ഇനി ആർബിട്രറിനെസ് എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ശരിക്കും ഇപ്പോൾ ഈവൻ ഈ ഒരു സിഗ്നിഫയർ ഒരു സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധം ശരിക്കും ആർബിട്രറി ആണെങ്കിൽ എങ്ങനെ നമുക്ക് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആശയം, അല്ലൊരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. എങ്ങനെ ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിൽ ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ, ഒട്ടും കോൺസ്റ്റന്റ് അല്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ ശരിക്കും എങ്ങനെയാണ് നമുക്ക് മീനിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വരും. സോ അതിന്റെ ഭാഗമായിട്ട് വൺ സെക്കൻഡ്, somebody is trying to join.
അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സൊഷ്യൂർ പറയുന്ന ആശയം എന്താണെന്ന് വെച്ചാൽ എവറി മീൻസ് ഓഫ് എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ സൊസൈറ്റി ഈസ് ബേസ്ഡ് ഓൺ എ കളക്റ്റീവ് ബിഹേവിയർ ഓർ വാട്ട് അമൗണ്ട്സ് ടു ബി ടു ദ സെയിം തിങ് ഓൺ കൺവെൻഷൻ. സോ അതായത് ഒരു കളക്റ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ കൺവെൻഷൻ, ഈ രണ്ട് ടേമുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ ഈ ഒരു കൺഫ്യൂഷനെ പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവണം, ബൗ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളൈറ്റ്നെസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ ബൗ ചെയ്യുന്നതും പൊളൈറ്റ്നെസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മൾ പല രീതിയിൽ പല സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ബൗ ചെയ്യാറുണ്ട്. ചുമ്മാ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൈൻഡ് ഓഫ് നമുക്കൊരു ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ബൗ ചെയ്യുന്നു. ആ ബാക്ക് പെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ അന്നേരം ബൗ ചെയ്യുന്നത്. അല്ലാതെ നമ്മളത് റെസ്പെക്റ്റിനെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പൊളൈറ്റ്നെസിനെ സൂചിപ്പിക്കാനായിട്ടല്ല നമ്മൾ ബൗ ചെയ്യുന്നത്. സോ ബൗ ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ഷനെ ശരിക്കും ഒരു പൊളൈറ്റ്നെസ് എന്ന് പറയുന്ന ഒരു ഐഡിയയുമായിട്ട്, ഒരു കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് ഒരു കളക്റ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഈ ബൗ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ബിഹേവിയറിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു കൺവെൻഷൻ ആയിട്ട് മാറിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ശരിക്കും ബൗ ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ഷനും പൊളൈറ്റ്നെസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റും തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ് ശരിക്കും ലാംഗ്വേജിന്റെ കാര്യത്തിലും. ഒരു സിഗ്നിഫയറും ഒരു സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധം റെക്കറന്റ് ആയിട്ട് ആ സിഗ്നിഫൈഡിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് എന്ന് സൊഷ്യൂറിനെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു സിഗ്നിഫയർ, ഇപ്പൊ ഡോഗ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഇമേജ് ശരിക്കും ഡോഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷയിൽ ആ ഒരു രീതിയിലുള്ള കണക്ഷൻ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതുകൊണ്ടും അതൊരു കൺവെൻഷൻ ആയിട്ട് മാറിയത് കൊണ്ടും ആ ഭാഷ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം അത് ആ രീതിയിൽ കണക്കാക്കുന്നത് കൊണ്ടുമാണ് ആ ഒരു മീനിങ് പോസിബിൾ ആയിരിക്കുന്നതെന്ന് സൊഷ്യൂർ പറഞ്ഞു വെക്കുന്നത്. അതാണ് കൺവെൻഷൻ അല്ലെങ്കിൽ കളക്റ്റീവ് ബിഹേവിയർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സൈൻ ദാറ്റ് ആർ ഹോളി ആർബിട്രറി റിയലൈസ് ബെറ്റർ ദാൻ ദാറ്റ് അതർ ഐഡിയാസ് ഓഫ് സോഷ്യോളജിക്കൽ പ്രോസസ്. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ഇനി സൈനും സിമ്പലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതിൽ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, സിമ്പലിനെ സംബന്ധിച്ചിടത്തോളം സൈനിനെ പോലെ സിമ്പൽ ഒരിക്കലും ആർബിട്രറി അല്ല എന്ന് അദ്ദേഹം വാദിച്ചെടുക്കുന്നുണ്ട്. കാരണം അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് പല എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ക്രോസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ്സിന് ഡേഞ്ചറിനെ സൂചിപ്പിക്കുന്ന റെഡ് ലൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ സിമ്പലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സിമ്പലിനെ പരിഗണിക്കുമ്പോൾ, ഒരു പഠനത്തിനായിട്ട് സിമ്പലിനെ പരിഗണിക്കുമ്പോൾ, അതിന്റെ മീനിങ്ങിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്കറിയാം റെഡ് എന്ന് പറയുന്നത് എപ്പോഴും ആക്സിഡന്റിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ആക്സിഡന്റിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പൽ ആണ് ശരിക്കും റെഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം റെഡ് തന്നെ, അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്ന കളർ ഒരുപക്ഷെ ആ ആക്സിഡന്റിനെ സൂചിപ്പിക്കാൻ കാരണം? ഈ ഒരു സിമ്പലും ഒരു സൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, നമുക്ക് മനസ്സിലാവും. ഈ റെഡ് എന്ന് പറയുന്ന കളർ ശരിക്കും ഒരാൾ ഒരു ദിവസം വന്നിട്ട് പറയാം റെഡ് ഇന്ന് മുതൽ ഡേഞ്ചർ ആണ് എന്ന് പറയുന്ന ഒരാശയത്തിൽ നിന്നും ഉണ്ടായതല്ല. മറിച്ച് റെഡ് എന്ന് പറയുന്നത് ഡേഞ്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് വളരെയധികം ഇൻഹറന്റ്ലി കണക്റ്റഡ് ആണ്. നമ്മുടെ ബ്ലഡിന്റെ കളർ റെഡ് ആണ്. സോ ഒരു ബ്ലഡ് ഷെഡ് ഉണ്ടാവുമ്പോൾ നമുക്ക് നോർമലായിട്ട് അറിയാം ബ്ലഡ് ഷെഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ അർത്ഥം അല്ലെങ്കിൽ ആ മീനിങ് ആ ഒരു കളറുമായിട്ട് കുറച്ചുകൂടി ഒരു സൈനും ഒരു സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധത്തെക്കാളും കുറച്ചുകൂടി ഇൻഹറന്റ് ആയിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ എസെൻഷ്യൽ ആയിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൊഷ്യൂർ പറയുന്നു സിമ്പൽ എന്ന് പറയുന്നത് ഒരിക്കലും എംറ്റി അല്ല. സിമ്പൽ എന്ന് പറയുന്നത് സൈനിനെ അപേക്ഷിച്ച് മീനിങ് റിച്ച് ആണ്. അതായത് സിമ്പലും അതിന്റെ മീനിങ്ങും തമ്മിൽ വളരെയധികം സിഗ്നിഫിക്കന്റ്ലി കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ക്രോസ് എന്ന് പറയുന്ന സിമ്പലിനെ വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റും. സിമ്പൽ ഓഫ് ജസ്റ്റിസ് എ പെയർ ഓഫ് സ്കെയിൽ കുഡ് നോട്ട് ബി റീപ്ലേസ്ഡ് ബൈ ജസ്റ്റ് എനി അനദർ സിമ്പൽ സച്ച് ആസ് ചാരിയറ്റ്. ക്രോസ് അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ക്രോസ് എന്ന് പറയുന്നതിന് മേ ബി ജീസസ് ക്രൈസ്റ്റിന്റെ ലൈഫുമായിട്ട് ആ ഒരു സിമ്പൽ വളരെയധികം ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല ക്രോസും ജീസസ് അല്ലെങ്കിൽ സാക്രിഫൈസ് എന്ന് പറയുന്ന മീനിങ് തമ്മിലുള്ളത്. കാരണം അത് ഹിസ്റ്റോറിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്നുള്ളത് ആണ് അതിന്റെ വ്യത്യാസം. അതാണ് സിമ്പലും സൈനും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ആർബിട്രറിനെസിനെ കുറിച്ച് കൂടുതൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദി ഇൻഡിവിജ്വൽ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ചേഞ്ച് എ സൈൻ ഇൻ എനി വേ വൺസ് ഇറ്റ് ഹാസ് ബിക്കം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് അൺമോട്ടിവേറ്റഡ്. അതായത് ഒരു സൈനിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് എവറി സൈൻ ഈസ് ആക്ച്വലി അൺമോട്ടിവേറ്റഡ്. അതായത് ഒരു സൈനിന്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സൈൻ സ്ഥിതി ചെയ്യുന്ന ലാംഗ്വേജിന്റെ
കൺവെൻഷൻസും അതിലെ പ്രാക്ടീസസുമാണ്, അല്ലെങ്കിൽ അതിലെ കളക്റ്റീവ് ബിഹേവിയറുമാണ്. അതായത് ഒരു ലാംഗ്വേജ് സിസ്റ്റം, ഒരു ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ആസ് എ ഹോൾ ആണ് ഒരു വാക്കിന്, ഒരു സൈനിന് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിന് ഒരിക്കലും ഒരു സൈനിന്റെ മീനിങ്ങിൽ സ്പഷ്ടമായിട്ടുള്ള ഒരു വ്യത്യാസം വരുത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്താൻ സാധിക്കില്ല എന്ന് സൊഷൂർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ സൊഷൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൈനിനെ അൺമോട്ടിവേറ്റഡ് യൂണിറ്റ് എന്ന് അദ്ദേഹം വിളിക്കുന്നത്. ഇനി ഇതിന് ഈ ആർബിട്രറിനെസ് ഓഫ് സൈൻ എന്ന് പറയുന്ന ആശയത്തിന്, ആ ഒരു പ്രിൻസിപ്പിളിനെ ഒപ്പോസ് ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് ഒരു ലാംഗ്വേജിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി അദ്ദേഹം ഈ എസ്സേയിൽ പറഞ്ഞു വെക്കുന്നത് ഉണ്ട്. ഒന്നാമത്തേതായിട്ട് ഓണമിറ്റോപ്പിയ എന്ന് പറയുന്ന ആശയമാണ് ആർബിട്രറിനെസ് എന്ന് പറയുന്ന ആശയത്തെ ചലഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം ഓർമറ്റോപ്പിയയുടെ അർത്ഥം എന്താണെന്നുള്ളത്, സോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. രണ്ടാമത് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്ന ആശയമാണ്. അതായത് ഇന്റർജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്പ്രഷൻ ഓഫ് എക്സ്ക്ലമേഷൻസ് ആണ്. അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒരു പരിധി വരെ ശരിക്കും ആർബിട്രറിനെസ് എന്ന് പറയുന്ന സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള ബന്ധം ആർബിട്രറി ആണ് എന്ന് പറയുന്ന ആശയത്തിന് ഒരു വിരോധാഭാസം എന്ന രീതിയിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സോ ഓണമിറ്റോപ്പിയും ഇന്റർജെക്ഷനും ഓർത്ത് വെച്ചോളുക. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് സൈൻ എന്ന് പറയുന്നത് ദ ലീനിയർ നേച്ചർ ഓഫ് സൈൻ ആണ്, അല്ലെങ്കിൽ സിഗ്നിഫയർ ആണ്. ദ ലീനിയർ നേച്ചർ ഓഫ് സിഗ്നിഫയർ. സൊഷൂറിനെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫയർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓഡിറ്ററി ഫംഗ്ഷൻ ആണ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ അത് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ കേൾക്കുന്ന, നമ്മൾ സെൻഷ്വലി നമ്മുടെ ചെവി വെച്ച് സെൻഷ്വലി ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതുകൊണ്ടാണ് അതിനെ ഓഡിറ്ററി എന്ന് പറയുന്നത്. സിഗ്നിഫയർ ഈസ് ഓഡിറ്ററി ആൻഡ് ദാറ്റ് അൺഫോൾഡ്സ് ഇൻ ടൈം. സോ വാട്ട് എവർ ഈസ് ഓഡിറ്ററി ദാറ്റ് അൺഫോൾഡ്സ് ഓൺലി ഇൻ ടൈം. അതായത് സമയത്തിൽ മാത്രമേ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു റിട്ടൺ വേർഡ് എന്ന് പറയുന്ന സംഭവം നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ആ പേപ്പർ നിലനിൽക്കുന്നിടത്തോളം കാലം അത് എക്സിസ്റ്റ് ചെയ്യും. അതിന് ഇനി ഒരു ഓതറിന്റെ അല്ലെങ്കിൽ ഒരു പ്രസൻസിന്റെ, ഒരു സോഴ്സിന്റെ, ഒരു ഒറിജിനേറ്ററിന്റെ ആവശ്യമില്ല, ഒരു ക്രിയേറ്ററിന്റെ ആവശ്യമില്ല. വൺസ് ഇറ്റ് ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് ഇറ്റ് വിൽ ഗോ ഓൺ എക്സിസ്റ്റിംഗ്. പക്ഷെ ഒരു വാക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വിടുമ്പോൾ തന്നെ അത് ഡിസപ്പിയർ ആവുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ വാക്കുകളും സമയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു മൊമെന്റിൽ, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മൊമെന്റിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സൗണ്ടിനെ ടൈമിലാണ് കൗണ്ട് ചെയ്യുന്നത്. It represents a span. The span is measurable in a single dimension. Auditory signifiers have at their command only the dimension of time. അതായത് auditory signifiers has only at their disposal the dimension of time. Their elements are presented in succession. They form a chain. അതായത് നമ്മളൊരു വാക്ക് സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാനൊരു വാക്ക് സംസാരിക്കുമ്പോൾ അത് ഇന്ന മിനിറ്റിൽ നിന്നും ഇന്ന മിനിറ്റ് വരെ കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്ന ഒരു ലീനിയർ പാറ്റേണിലാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സൊഷൂർ പറയുന്നത് സിഗ്നിഫയറിന് ഒരു നേച്ചർ ഓഫ് സിഗ്നിഫയർ എന്ന് പറയുന്നത് ലീനിയാരിറ്റി ആണ് എന്ന് പറയുന്നതിനുള്ള കാരണം, അല്ലെങ്കിൽ ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് ഇൻ ടൈം എന്ന് പറയുന്നതിനുള്ള കാരണം അതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ടും ഈ എസ്സേയിൽ ആക്ച്വലി സൊഷൂർ പറഞ്ഞു വെക്കുന്നത്. നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്ന് പറയുന്ന എസ്സേയിൽ ഫെർഡിനൻഡ് ഡി സൊഷൂർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ മേജറായിട്ട് നോക്കേണ്ട പോയിന്റ്സ്: വാട്ട് ഈസ് സൊഷൂർ, അല്ല ഹൂ ഈസ് സൊഷൂർ, വാട്ട് ഈസ് എ സൈൻ, വാട്ട് ഈസ് ആർബിട്രറിനെസ്, വാട്ട് ഈസ് സിഗ്നിഫയർ, വാട്ട് ഈസ് സിഗ്നിഫൈഡ്, വൈ സിംബൽ ഈസ് നോട്ട് ആർബിട്രറി, വാട്ട് ഈസ് സൗണ്ട് ഇമേജ്, വൈ സിഗ്നിഫയർ ഈസ് ലീനിയർ ഇൻ നേച്ചർ, എന്തൊക്കെയാണ് ആക്ച്വലി ഒരു arbitrariness challenge, what are the factors that what are the conditions that actually challenges arbitrariness, the claim of arbitrariness. ഇതൊക്കെയാണ് നിങ്ങൾ മേജർ ആയിട്ടും ഓർത്ത് വെച്ചിരിക്കേണ്ട ഐഡിയാസ് എന്ന് പറയുന്നത്. Now let us move to the next essay, that is tradition and individual talent. ഇതിൽ ഒരുപാട് ഒപ്പീനിയൻസ് വരുന്നുണ്ട് ഈ എസ്സേയിൽ. അതാണ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഫാക്ട്സിനേക്കാളും കൂടുതലായിട്ട് ഒപ്പീനിയൻസ് ആണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത്. ടി എസ് എലിയറ്റിന്റെ എസ്സേ ആണിത്. 1919 എസ്സേ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതായത് മോഡേണിസത്തിന്റെ സമയത്ത് ആണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ബേസിക്കലി ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന എസ്സേ നമ്മൾ പഠിച്ചു പോയപ്പോൾ തന്നെ മനസ്സിലായി, ഒരു പോയറ്റിക് പ്രോസസ്, ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷനെ കുറിച്ചാണ് പൊതുവെ ഇദ്ദേഹം ഈ എസ്സേയിൽ ത്രൂ ഔട്ട് സംസാരിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ, ഒരു ആർട്ടിസ്റ്റും അദ്ദേഹത്തിന്റെ ക്രിയേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഒരു ആർട്ടിസ്റ്റിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പൊതുവെ ഒരു മോഡേണിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്നും ടി എസ് എലിയട്ട് ഈ എസ്സേയിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഐഡിയ ഓഫ് ആർട്ട് എന്താണ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ, എങ്ങനെയാണ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ നടക്കുന്നത്, വാട്ട് ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആൻഡ് വാട്ട് ആർ ദ മേജർ ഇൻഫ്ലുവൻസസ് ഓഫ് ആൻ ആർട്ടിസ്റ്റിക് ക്രിയേഷൻ, വാട്ട് ഈസ് കോൾഡ് ട്രൂ ആർട്ട്, ഹൂ ഈസ് എ
who is a proper poet or who is a proper artist. And there is also a comparative study happening here, comparison between good poet and bad poet, good writer and bad writer, good artist and bad artist. What is the bad influence in an artist? So what should be the proper way of approaching a literary creation? ഇത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് അദ്ദേഹം ഇതിലൂടെ പ്രോബ്ലമറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ട്രഡീഷനും ഇൻഡിവിജ്വൽ ടാലന്റുമാണ്. എന്താണ് ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആക്ച്വലി വാട്ട് ഡിസ്റ്റിങ്വിഷസ് ഇൻഡിവിജ്വൽ ടാലന്റ് ഓഫ് എ റൈറ്റർ ഓർ ആൻ ആർട്ടിസ്റ്റ്. സോ എസ്സേയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ട്രഡീഷൻ എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. എന്താണ് ട്രഡീഷൻ, അല്ലെങ്കിൽ ട്രഡീഷൻ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ, ട്രഡീഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെയാണ് ബ്രിട്ടീഷ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്രിറ്റിസിസം ഡീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതായത് വാട്ട് ഡസ് ഇറ്റ് മീൻ ഇൻ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എ പാസീവ് റെഫറൻസ് ടു ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്. അതാണോ ശരിക്കും ഇംഗ്ലീഷ് ക്രിറ്റിസിസം, ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എങ്ങനെയാണ് ട്രഡീഷൻ എന്ന് പറയുന്ന ടേമിനെ അഡ്രസ് ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത്. സംടൈംസ് സം മേ ആർഗ്യൂ ദാറ്റ് it is actually a passive reference to the classification of works or implied to some archaeological discourses. Sometimes it seldom appear in criticism of English work. അതായത് എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടേം വളരെ ചുരുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് ലിറ്റററി കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹം ഫ്രഞ്ച് റൈറ്റേഴ്സിനെ അദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ട്രഡീഷൻ എന്ന് പറയുന്ന ആ ഒരു ആശയം, അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയത്തെ വളരെ വ്യക്തമായ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് ക്രിറ്റിസിസം എന്ന് അദ്ദേഹം ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ഈ സൈഡ്. വാട്ട് ഇംഗ്ലീഷ് ഡസ് ഈസ് ലുക്കിംഗ് അറ്റ് വാട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ റൈറ്റേഴ്സ്. സോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തെ പൂർണ്ണമായിട്ട് എടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ക്രിറ്റിസിസം അപ് ടു ഹിം എടുത്തിട്ട് അദ്ദേഹം പറയുന്നത് ഇത്രയും കാലത്തോളം ഇംഗ്ലീഷ് ക്രിറ്റിസിസം ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ബേസിക്കലി വാട്ട് ദേ വർ ഡൂയിങ് ഇസ് ആക്ച്വലി ലുക്കിംഗ് അറ്റ് വാട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ റൈറ്റേഴ്സ്, ടേക്കിംഗ് എ വർക്ക് ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം അതർ റൈറ്റേഴ്സ്, അത് പ്രീവിയസ് റൈറ്റേഴ്സ്. അതാണ് ശരിക്കും അവർ ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്നൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ കൂടി അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. But if you approach a poet, one second. But if you approach a poet without this prejudice, we find that the most individual part of his work may be those in which the dead poets, his ancestors, assert their immortality most vigorously. ഇത് തന്നെയാണ് ശരിക്കും ട്രഡീഷൻ എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഈ ഒരു സെന്റൻസിൽ ശരിക്കും ആ ഒരു അദ്ദേഹം ഉദ്ദേശിക്കുന്ന മീനിങ് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ട്രഡീഷൻ എന്ന്? ട്രഡീഷൻ ഈസ് സംതിങ് ദാറ്റ് like if you approach a poet without this prejudice, we find that the most individual part of his work, അതായത് എലീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻഡിവിജ്വലിസ്റ്റിക് പാർട്ട് ഓഫ് എ വർക്ക്, അതായത് ഏറ്റവും എക്സലന്റ് പാർട്ട് ഓഫ് ഏറ്റവും ഒറിജിനൽ പാർട്ട് ഓഫ് എ ഓതർ എന്ന് പറയുന്നത് ശരിക്കും ആ ഓതർ അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ, അതായത് മുമ്പ് മരിച്ചുപോയ പോയറ്റ്സോ അല്ലെങ്കിൽ ഹിസ് ആൻസസ്റ്റേഴ്സ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്ന റൈറ്റേഴ്സിനെയാണ്. അവരുടെ വർക്കുകളിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് അത് റീപ്രസെന്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെയാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഓഫ് ദെയർ ലിറ്ററേച്ചർ, ഏറ്റവും ഒറിജിനൽ പാർട്ട് ഓഫ് ദ ലിറ്ററേച്ചർ ഓഫ് എ റൈറ്റർ എന്ന് ശരിക്കും T.S. എലിയറ്റ് വിശേഷിപ്പിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും ട്രഡീഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദാറ്റ് അപ്രോച്ച്, ദ വേ ദേ അപ്രോച്ച് ദി റൈറ്റേഴ്സ് ഇൻ ദ ഹിസ്റ്ററി or reclaim their ancestors and bring back the best part in their works. അതിനെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, നോക്കാം. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്താണ് ട്രഡീഷൻ എന്ന ക്വസ്റ്റ്യൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷൻ ഈസ് എ മാർട്ട് ഓഫ് മച്ച് വൈഡർ, അതായത് ഒരു പ്രീവിയസ് ജനറേഷൻ ഓഫ് റൈറ്റേഴ്സിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നതല്ല ട്രഡീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് it has much wider significance. It has much wider significance. It cannot be inherited, or if you want it, you must obtain it by great labor. അതായത് ഇതൊരു ലീനിയേജിലൂടെ കിട്ടുന്ന ഒരു സാധനമല്ല ട്രഡീഷൻ. യൂഷ്വലി ട്രഡീഷൻ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലീനിയേജിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പരമ്പരയിൽ നിന്ന് മറ്റൊരു പരമ്പരയിലേക്ക് കൈമാറ്റി കൊടുക്കപ്പെടുന്ന സാധനത്തിൽ നമ്മൾ ട്രഡീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ T.S. എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രഡീഷൻ എന്ന് പറയുന്നത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവല്ല, മറിച്ച് വി ഹാവ് ടു ഏൺ ഇറ്റ്. ഇറ്റ് റിക്വയർസ് എ ഗ്രേറ്റ് ലേബർ എന്ന് അദ്ദേഹം പറയുന്നു. It in first place involves historical sense. So എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഫസ്റ്റ് പ്ലേസിൽ വേണ്ട കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സെൻസ് ആണ്. ഇനി ഹിസ്റ്റോറിക്കൽ സെൻസ് എന്താണെന്ന് വളരെ എലാബറേറ്റഡ് അദ്ദേഹം ISAയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പെർസെപ്ഷൻ നോട്ട് ഓൺലി ഓഫ് ദ പാസ്റ്റ്നെസ് ഓഫ് ദ പാസ്റ്റ് ബട്ട് ഓഫ് ഇറ്റ്സ് പ്രസൻസ്. അതായത് ഇറ്റ് ഈസ് ആക്ച്വലി പാസ്റ്റിന്റെ പ്രസൻസിലുള്ള എക്സിസ്റ്റൻസിനെയാണ് അദ്ദേഹം ശരിക്കും ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൗ എ റൈറ്റർ, എ പോയറ്റ്, how successful a poet in bringing in past in presence, in bringing in past, not just bringing in past but in representing past beautifully in present, in his present work. അതായത് ഇതൊരു കൺവേർജൻസ് ആണ്, പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള ഒരു കൺവേർജൻസിനെയാണ് അദ്ദേഹം ശരിക്കും ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് it actually compels a man to, the one who upholds historical sense will be compelled to write not merely with his own generation, but with a feeling that the whole of the literature of Europe, from Homer to literature of his own time or century, has a simultaneous existence and composes a simultaneous order. അതായത് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് ലിറ്ററേച്ചർ ഫ്രം ദ വെരി ബിഗിനിങ്, ലൈക്ക് ഫ്രം ഹോമർ അപ് ടു ദാറ്റ് റൈറ്റേഴ്സ് ടൈം എന്ന് പറയുന്നത് ഒറ്റ ഒരു സൈമിൾട്ടേനിയസ് എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്, ഒരുമിച്ച് നിലനിൽക്കുന്നതിന്റെ ഭാഗമാണ്. അതായത് പാസ്റ്റ് ലിറ്ററേച്ചർ, പ്രസന്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നില്ല, എല്ലാ ലിറ്ററേച്ചറും സൈമിൾട്ടേനിയസ് ആണ്. ഒരു ലിറ്ററേച്ചറിനെ കൺസിഡർ ചെയ്യാതെ, അല്ലെങ്കിൽ പാസ്റ്റിലെ ഒരു ലിറ്ററേച്ചറിനെ കൺസിഡർ ചെയ്യാതെ പ്രസന്റിലെ ഒരു ലിറ്ററേച്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സൈമിൾട്ടേനിയസ് ഓർഡറിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഓർഡറിൽ നിന്നും പിക്ക് ചെയ്യുകയും അതിനോട് കറസ്പോണ്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു പ്യുവർ ഒരു യഥാർത്ഥ റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാക്കൽറ്റി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറിന്റെ ഭാഗമാവുകയും ഈ ഓർഡറിനോട് പ്രോപ്പറായിട്ട് കറസ്പോണ്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് ലിറ്ററേച്ചർ, പ്രസന്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ആശയം ഇല്ല, മറിച്ച് ഓൾ ലിറ്ററേച്ചർ ആർ പാർട്ട് ഓഫ് എ ഹോൾ. ആ ഒരു ഹോളിന്റെ ഭാഗമാണ് എല്ലാ ലിറ്ററേച്ചറും. അപ്പം ആ ഒരു ഡീപ്പ് കറസ്പോണ്ടൻസ് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ശരിക്കും TS എലിയട്ട് വാദിക്കുന്നത്. ആക്ച്വലി ആ ഒരു ഹോൾനെസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും, there is no literature of time. Literature is actually of a timeless entity. ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ടൈംലെസ് എൻറ്റിറ്റി ആണ്. സോ ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടൈംലെസ്നെസ്, എ സെൻസ് ഓഫ് ടൈംലെസ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് അദ്ദേഹം വാദിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വാദിക്കുന്നുണ്ട്. One second. Okay, it makes a writer traditional. It is at the same time what makes a writer most accurately conscious of his place in time, of his contemporaneity. അതായത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് ഒരു ഓതറിന് അല്ലെങ്കിൽ റൈറ്ററിന് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ യൂണിവേഴ്സ് ഓഫ് റൈറ്റിംഗിൽ ഒരു ഭാഗമാണ് റൈറ്റർ എന്ന രീതിയിലും, അതുപോലെ തന്നെ ഈ എല്ലാ ലിറ്ററേച്ചറും കണ്ടംപറേനിയസ് ആണ്. എല്ലാ ലിറ്ററേച്ചറും ഈവൻ ഇഫ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ പാസ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ കണ്ടംപററി എന്നുള്ളൊരു സെൻസ് പൊസസ് ചെയ്യുക എന്നുള്ളതും ഹിസ്റ്റോറിക്കൽ സെൻസിന്റെ ഭാഗമാണ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അദ്ദേഹം മുമ്പോട്ട് പോകുന്നുണ്ട്. ട്രഡീഷൻ ഇൻ ആർട്ട്, ആപ്ലിക്കേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ്. No poet, no artist of any art has his complete meaning alone. ഇത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസിനെ കൂടുതൽ എലാബറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. അത് ഒരു പോയറ്റിനും ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഒരു പോയറ്റിനും ഒരിക്കലും ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു കൺസോർഷ്യത്തിന്റെ ഭാഗമാണ്, കൺസോർഷ്യം ഓഫ് ലിറ്ററേച്ചേഴ്സിന്റെ ഭാഗമാണ്. ഹിസ് സിഗ്നിഫിക്കൻസ്, ഹിസ് അപ്രീസിയേഷൻ ഈസ് ദ അപ്രീസിയേഷൻ ഓഫ് his relation to the dead poets and artists. You must set him for contrast and comparison among the dead. അതായത് ഒരു പോയറ്റിന്റെ മെറിറ്റിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് when you place that poet among the dead poets എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. There needs a coherence with the past. ഇതിനാണ് ശരിക്കും അദ്ദേഹം ഒരു coherence with the past എന്ന് പറയുന്നത്. അത് പാസ്റ്റിനെയും പ്രസന്റിനെയും ഓൾ ലിറ്ററേച്ചേഴ്സിനെ ഒരേപോലെ കാണാൻ, സൈമിൾട്ടേനിയസ് ആയിട്ട് കാണാനുള്ള ഒരു കഴിവ്, എ coherence with the past എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൊഹറൻസിന്റെ ഭാഗമായിട്ട് എലിയട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ലിറ്ററേച്ചർ എഴുതപ്പെടുമ്പോൾ ആ ലിറ്ററേച്ചർ ശരിക്കും ഈ ഒരു ഹോൾ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് പ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ഒരു പുതിയ ലിറ്ററേച്ചർ എഴുതപ്പെടുമ്പോൾ ആ ലിറ്ററേച്ചർ ബാക്കി അന്ന് എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ലിറ്ററേച്ചറുമായിട്ട് കറസ്പോണ്ട് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ എല്ലാ ലിറ്ററേച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും
ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലിറ്ററേച്ചർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് മോഡിഫൈഡ് ബൈ ദ എക്സിസ്റ്റിംഗ് ന്യൂമറസ് മോണ്യുമെന്റ്സ് ഫ്രം ആൻ ഐഡിയൽ ഓർഡർ among themselves which is modified by the introduction of a new work of art among them. അതായത് ഒരു പുതിയ വർക്ക് ഓഫ് ആർട്ട് ഈ ഹോൾ ലോട്ട് ഓഫ് ലിറ്ററേച്ചറിലേക്ക് അല്ലെങ്കിൽ ലിറ്ററേച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ആ ഒരു ആർട്ട് അവിടെ അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യല്ല, മറിച്ച് ആ ആർട്ട് വിൽ സ്റ്റാർട്ട് ടു ഇന്ററാക്ട് വിത്ത് ഇറ്റ്സ് പ്രീവിയസ് literatures and it will definitely modify the previous literature. It will have a kind of a very thorough impact upon the existing literatures. The work must be judged by the standards of the past. അത് മറ്റൊരു ആശയം അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ സെൻസിന്റെ ഭാഗമായിട്ട്. ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഇൻ വിച്ച് ടു തിങ്സ് ആർ മെഷേർഡ് ബൈ ഈച്ച് അതർ, the new and the old. It is not a comparison of merit or amputation. For comparison, poet must know that the poet must be very conscious of the main current, which does not at all flow invariably through the most distinguished reputations. He must be quite aware of the obvious fact that art never improves, but that the material of art is never quite the same. Okay. ഓക്കെ, കമ്പാരിസനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടി.എസ്. എലിയറ്റ് പറയുന്നത് എ പോയറ്റ് മസ്റ്റ് ബി വെരി കോൺഷ്യസ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് പ്രസന്റ്. ഐ മീൻ അദ്ദേഹം എഴുതുന്ന സമയത്ത് നടക്കുന്ന ലിറ്ററേച്ചറിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ മെറിറ്റിന്റെ മെഷർമെന്റ് അല്ല, മറിച്ച് കമ്പാരിസൺ ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ ഓൾഡ് ആൻഡ് ദ ന്യൂ, ആ രീതിയിലായിരിക്കണം കമ്പാരിസൺ മുമ്പോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് അദ്ദേഹം പറയുന്നത് ആർട്ട് നെവർ ഇംപ്രൂവ്സ് എന്നുള്ളതാണ്. ആർട്ട് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യുന്നില്ല, മറിച്ച് മെറ്റീരിയൽ ഓഫ് ആർട്ടാണ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആശയമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന എക്സ്ക്ലൂസീവ്ലി ഫോർ ദി ബ്രിട്ടീഷ് റൈറ്റേഴ്സ് ഓർ ദി യൂറോപ്യൻ റൈറ്റേഴ്സ് അദ്ദേഹം പറയുന്ന ഒരു ആശയം, a writer should be aware of the mind of Europe. The mind of Europe എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് mind of his own country, a mind which he learns in time to be much more important than his own private mind. Is a mind which changes, and that this change is a development which abandons nothing enroot, which does not superannuate either Shakespeare, Homer, or the rock drawings of Magdalene Draughtsman. So this is like a mind of Europe എന്ന് ഉദ്ദേശിക്കുന്ന യൂറോപ്യൻ ലിറ്ററേച്ചറിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് എ റൈറ്റർ ഹു ഈസ് റൈറ്റിംഗ് ഇൻ ഹിസ് ഓൺ ടൈം ഷുഡ് ഓൾവേസ് prefer the mind of Europe, the mind of the whole literature of his continent, instead of his own private mind. അദ്ദേഹത്തിന്റെ പേഴ്സണൽ മൈൻഡിനെക്കാളും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ലിറ്ററേച്ചർ ഓഫ് ഹിസ് ഹോം ലാൻഡ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഓഫ് ഹിസ് കോണ്ടിനെന്റ് ആണെന്നുള്ളതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ലിറ്ററേച്ചർ ഒരു കൺസോർഷ്യമാണ്, ലിറ്ററേച്ചർ ഒരു കളക്റ്റീവാണ് എന്നുള്ളൊരു ആശയമാണ്. എല്ലാ ലിറ്ററേച്ചറുകളും ഒരു കളക്റ്റീവിന്റെ ഭാഗമാണ് എന്നൊരു ആശയമാണ് ഇതിലൂടെ എല്ലാം അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്. ഓക്കെ. Any difference between the present and the past is that the conscious present is an awareness of the past in a way and to an extent which the past awareness of itself cannot show. A conscious present is an awareness of the past in a way. അത് ഒരു കോൺഷ്യസ് പ്രസന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവയർനെസ് ഓഫ് ദ പാസ്റ്റ് കൂടിയാണ്. അതായത് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൂടിയാണ് പ്രസന്റ് എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം, അതായത് പാസ്റ്റ് ഈസ് ആക്ച്വലി വി ആർ ലിവിങ് പാസ്റ്റ് ഇൻ ദ പ്രസന്റ് എന്നൊരു ആശയം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ. അബൌട്ട് നോളജ് ഓഫ് പോയറ്റ്സിന്റെ നോളജിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ, ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു കൺഫൈൻ നോളജ് ടു വാട്ട് എവർ ക്യാൻ ബി പുട്ട് ഇൻ ടു യൂസ്ഫുൾ ഷേപ്പ് ഫോർ എക്സാമിനേഷൻ, ഡ്രോയിങ് റൂം ഓർ സ്റ്റിൽ മോർ പ്രിട്ടൻഷ്യസ് മോഡ് ഓഫ് പബ്ലിസിറ്റി. നോളജ് എന്ന് പറയുന്നത് ടി.എസ്. എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു പോയറ്റിന്റെ നോളജ് എന്ന് പറയുന്നത് അത് ക്വാണ്ടിഫൈബിൾ ആയിട്ടുള്ള നോളജ് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോയറ്റ് മസ്റ്റ് ഡെവലപ്പ് പ്രിക്വയർ ദി കോൺഷ്യസ്നെസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ദാറ്റ് should continue to develop his consciousness throughout his career. So ഒരു പോയറ്റിന്റെ നോളജ് അക്കോർഡിംഗ് ടു എലിയറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് ഓഫ് ദ പാസ്റ്റ് അല്ലെങ്കിൽ നോയിങ് ദ മേജർ റൈറ്റേഴ്സ് ഫ്രം ദ പാസ്റ്റ് അല്ലെങ്കിൽ മേജർ ലിറ്ററേച്ചർ ഫ്രം ദ പാസ്റ്റ് എന്നുള്ളതാണ് ശരിക്കും എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് നോളജ് ദാറ്റ് എ പോയറ്റ് ഷുഡ് പൊസസ്. The progress of an artist is a continual self-sacrifice, a continual extension of personality. ഇതിൽ അടുത്ത മേജർ ആയിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ശരിക്കും ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ആശയമാണ്. അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്, പ്രധാനപ്പെട്ട ആശയമാണ്. ഒരു പോയറ്റിന്റെ ഒരു പ്രോഗ്രസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എ കണ്ടിന്യൂവൽ സെൽഫ് സാക്രിഫൈസ് ആണ്. സ്വന്തം പേഴ്സണാലിറ്റി, പേഴ്സണൽ ഇംപ്രഷൻസിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഒരു പോയറ്റ് എപ്പോഴും മുമ്പോട്ട് പോകുന്നതെന്ന് എലിയറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. കണ്ടിന്യൂവൽ എക്സ്റ്റൻഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം, കണ്ടിന്യൂസ് extension of personality.
ഇത് ഈ ആശയത്തെയാണ് ശരിക്കും ഡീപേഴ്സണലൈസേഷൻ എന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഡീപേഴ്സണലൈസേഷൻ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എ ഹോണസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് അപ്രീസിയേഷൻ ഈസ് അപ്പോൺ ദ പോയട്രി നോട്ട് ഓഫ് പോയറ്റ്. അതായത് ഒരു ഡീപേഴ്സണലൈസേഷനെ പരിഗണിച്ചുകൊണ്ട് ഒരു വർക്കിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ, ഡീപേഴ്സണലൈസേഷൻ എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ക്രിറ്റിസിസം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പോയറ്റിനെ അല്ല നോക്കുന്നത്, മറിച്ച് ഒരു പോയട്രിയാണ് നോക്കുന്നത്. കണ്ടംസ് ദ ന്യൂസ് പേപ്പർ ക്രിറ്റിക്സ് കൺസെപ്ഷൻ ഓഫ് പോയട്രി ആസ് എ ലീവിംഗ് ഹോൾ ഓഫ് ഓൾ പോയട്രി ദാറ്റ് ഹാസ് എവർ ബീൻ റിട്ടൺ. അതായത് ഡീപേഴ്സണലൈസേഷൻ എന്നതുകൊണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഉദ്ദേശിക്കുന്നത്, അതായത് പോയറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല, മറിച്ച് ഒരു പോയട്രി എഴുതപ്പെട്ട് കഴിയുമ്പോൾ, ഒരു വർക്ക് എഴുതപ്പെട്ട് കഴിയുമ്പോൾ ആ വർക്ക് ബിക്കംസ് എ പാർട്ട് ഓഫ് എ ഹോൾ ലീവിംഗ് ലിറ്ററേച്ചേഴ്സ്. സോ അതൊരു ഹോൾ ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വർക്കിനെ കാണുന്നത്, അല്ലാതെ ഒരു പോയറ്റ് എഴുതി എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്. അതും ഡീപേഴ്സണലൈസേഷന്റെ മറ്റൊരു ഫീച്ചറായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി കാറ്റലിസ്റ്റ് അനാലജി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയം ഒരു പോയറ്റിക് ക്രിയേഷൻ എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ശരിക്കും ഒരു പോയറ്റിക് ക്രിയേഷൻ ഒരു പോയറ്റിന്റെ മൈൻഡിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ള ആശയത്തെയാണ് ശരിക്കും അദ്ദേഹം കാറ്റലിസ്റ്റ് അനാലജി എന്നൊരു ടേം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൗ മച്ച് ദ മൈൻഡ് ഓഫ് എ മച്വർ പോയറ്റ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് എ ഇമ്മച്വർ poet. He suggests an analogy, the catalyst analogy, the experiment in which two gases are fused in the presence of platinum is compared with the poet's mind. അതായത് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് ഒരു കാറ്റലിസ്റ്റ് അനാലജിയാണ്. അതൊരു കെമിസ്ട്രിയിലെ അനാലജിയാണ് ശരിക്കും മുമ്പോട്ട് വയ്ക്കുന്നത്. അത് രണ്ട് ഗ്യാസുകൾ പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റിന്റെ മീഡിയേഷനിലൂടെ ഒരു സയന്റിഫിക് പ്രോസസ്സിലേക്ക് പോവുകയും അത് വേറൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ശരിക്കും കാറ്റലിസ്റ്റ് അനാലജി എന്ന് പറയുന്നത്. അതിലൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് വേണം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിംഗ് എലമെന്റ് വേണം. അതാണ് പ്ലാറ്റിനം എന്ന് പറയുന്നത്. സോ ഈ പ്ലാറ്റിനത്തിന്റെ പ്രസൻസിൽ ഈ രണ്ട് ഗ്യാസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യപ്പെടുകയും അത് വേറൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു സയന്റിഫിക് മെത്തേഡ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ ഈ ഒരു മെത്തേഡ് ശരിക്കും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് ശരിക്കും പോയട്രിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ പോയറ്റിക് ക്രിയേഷൻ നടക്കുന്നത് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോയറ്റ്സിന്റെ മൈൻഡ് എന്ന് പറയുന്നതാണ് ശരിക്കും പ്ലാറ്റിനം എന്ന് പറയുന്നത്. ഇവിടെ പ്ലാറ്റിനം റെപ്രസെന്റ് ചെയ്യുന്ന പോയറ്റിന്റെ മൈൻഡാണ്. ഓക്കെ, ഗ്യാസ് രണ്ട് ഗ്യാസുകൾ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻസ് കമ്പൈൻ ചെയ്യപ്പെട്ട രണ്ട് സൊല്യൂഷൻസ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫീലിങ്സും ഇമോഷൻസും ഒക്കെയാണ്. ഒരു പോയിന്റ് കമ്പൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന മെറ്റീരിയൽസിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി കാറ്റലിസ്റ്റ് അനാലജി അദ്ദേഹം പറയുന്നത് മൈൻഡ് ഓഫ് പോയിന്റ് ഈസ് ദ ഷ്രെഡ് ഓഫ് പ്ലാറ്റിനം. ഇറ്റ് മേ പാർട്ട്ലി ഓർ എക്സ്ക്ലൂസീവ്ലി ഓപ്പറേറ്റ് അപ്പോൺ ദ എക്സിസ്റ്റൻസ് ഓഫ് ദി experience of the man himself, but the more perfect the artist, the more complete separate in him will be the man who suffers and the mind which creates. The more perfectly will be the mind digest and the transmulate the passions which are its material. So അതായത് എത്രത്തോളം പോയറ്റിക് ക്രിയേഷനിൽ ഒരു പോയറ്റിന്റെ മൈൻഡ് എത്രത്തോളം ഡിസിൻട്രസ്റ്റഡ് ആവണം എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് പോയറ്റിന്റെ മൈൻഡ് ഒരിക്കലും ആ ക്രിയേഷനിലെ ഒരു ഇമ്പാക്റ്റ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിയേഷനെ ഇമ്പാക്ട് ചെയ്യാൻ പാടില്ല, പേഴ്സണലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പോയറ്റിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സർഫസ് ആണ്, ഒരു കാറ്റലൈസർ ആണ്, ശരിക്കും ഒരു കാറ്റലിസ്റ്റ് ആണ്. ആ കാറ്റലിസ്റ്റ് ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിനെ, അതായത് പോയറ്റിന്റെ മൈൻഡിലുള്ള മെറ്റീരിയൽസിനെ രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് ഫ്യൂസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പോയറ്റിക് ക്രിയേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ധർമ്മം മാത്രമാണ് പോയറ്റിക് മൈൻഡിനുള്ളത്. അല്ലാതെ പോയറ്റിക് മൈൻഡിന്റെ ഫീച്ചേഴ്സ് ഒരിക്കലും ആ പോയറ്റിക് ക്രിയേഷനിൽ റിഫ്ലക്ട് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് അദ്ദേഹം ഇത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്, എമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആണ് രണ്ട് എലമെന്റ്സ് എന്ന് അദ്ദേഹം പറയുന്നത് ഈ ഒരു അനാലജിയിൽ. ഓക്കെ, ഇനി ഓഫ് ഗ്രേറ്റ് പോയട്രി മേ ബി മെയ്ഡ് വിത്തൗട്ട് ദ ഡയറക്റ്റ് യൂസ് ഓഫ് എനി ഇമോഷൻ വാട്ട് എവർ കമ്പോസ്ഡ് ഔട്ട് ഓഫ് ഫീലിംഗ്സ് മാത്രം, സോൾലി ഫ്രം ഫീലിംഗ്സ് നല്ല പോയട്രി ഉണ്ടാവുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പോയറ്റ്സ് മൈൻഡ് ഈസ് ഇൻ ഫാക്ട് റിസെപ്റ്റക്കിൾ ഫോർ സീസിങ് ആൻഡ് സ്റ്റോറിംഗ് ന്യൂമറസ് ഫീലിംഗ്സ്, ഫ്രേസസ് ആൻഡ് ഇമേജസ് വിച്ച് റിമൈൻസ് ദെയർ അൺടിൽ ഓൾ particles which can unite to form a new compound are present together. അതായത് പോയിറ്റിന്റെ മൈൻഡിനെ ഒരു റെപ്പോസിറ്ററി ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിറ്റിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗോഡൌൺ ആണ് ഓഫ് ഫീലിംഗ്സ്, ഫ്രേസസ്, റെപ്പോസിറ്ററി ആണ്, എ സ്റ്റോർ ഹൗസ് ആണ്, ഫ്രേസസ് ആൻഡ് ഇമേജസ്. അതിന് പ്രോപ്പർ ടൈം വരുമ്പോൾ ആ സിന്തസിസ് നടക്കും. അതായത് പ്രോപ്പർ ടൈമിൽ ഈ മെറ്റീരിയൽസ് എല്ലാം കമ്പൈൻഡ് ആയിരിക്കുമ്പോൾ ആ ഒരു പോയറ്റിക് ക്രിയേഷൻ നടക്കുന്നു. അതിൽ പോയറ്റിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് എന്ന് ശരിക്കും T.S. Eliot വിശ്വസിച്ചിരുന്നു. He is speaking about the combination mentioned above. Okay, Ladus, fine. He makes reference to the words like Ulysses, Canto, Agamemnon. ഈ പോയിറ്റുകളെല്ലാം അദ്ദേഹം അവിടെ മെൻഷൻ ചെയ്യുന്നതാണ് ഈ വർക്കിൽ. ഈ ബെസ്റ്റ് പോയറ്റിക് കോമ്പിനേഷനെ സൈറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ മെറ്റഫിസിക്കൽ പോയട്രിയെ കമന്റ് ചെയ്യുന്നുണ്ട്, അവരുടെ യൂണിറ്റി ഓഫ് സോൾ എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട്.
ഇനി ഐഡിയൽ പോയറ്റും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അദ്ദേഹം അത് ആ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടാണ് എസ് എ അദ്ദേഹം വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഹിസ് പേഴ്സണൽ ഇമോഷൻ, ഹിസ് ഇമോഷൻസ് പ്രൊവോക്ഡ് ബൈ പേഴ്സണൽ ഇവന്റ്സ് ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ദ പോയറ്റ് ഈസ് ഇൻ എനി വേ റിമാർക്കബിൾ ഓർ ഇൻട്രസ്റ്റിംഗ്. അത് ബേസിക്കലി ഈ ഒരു പാർട്ടിൽ എലിയറ്റ് ചെയ്യുന്നത് ശരിക്കും റൊമാൻറ്റിക് ക്രിറ്റിസിസത്തെ, റൊമാൻറ്റിക് ടെൻഡൻസി ഓഫ് പോയട്രിയെ തുറന്ന് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഇതിനകത്ത് ചെയ്യുന്നത്. റൊമാൻറ്റിക് പോയട്രി പറഞ്ഞു വെച്ചിട്ടുള്ള മേജർ ആയിട്ടുള്ള ആശയങ്ങൾ, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻ എന്ന് പറയുന്നത്, പോയറ്റിക് ക്രിയേഷനെ കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ, എന്താണ് പോയറ്റിക് മൈൻഡ് എന്നതിനെ കുറിച്ചുള്ള ആശയങ്ങൾ, വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലി പോയട്രിയെ ഒരു പേഴ്സണൽ എൻഡവർ ആയിട്ട് മാറ്റുന്ന രീതിയിലുള്ള കോൺസെപ്റ്റുകളാണ് ശരിക്കും റൊമാൻറ്റിക് പോയട്രി പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനെയെല്ലാം കണ്ടം ചെയ്തുകൊണ്ട്, അതിനെയെല്ലാം തിരുത്തി അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ശരിക്കും എന്താണ് ഒരു ഐഡിയൽ പോയറ്റ് എന്ന് പറഞ്ഞ് ടി.എസ്. എലിയറ്റ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹിസ് പേഴ്സണൽ ഇമോഷൻ ഓർ ഇമോഷൻസ് പ്രൊവോക്ഡ് ബൈ പെർട്ടിക്കുലർ ഇവന്റ്സ് ഇൻ ഹിസ് ലൈഫ്. പേഴ്സണൽ ഇമോഷൻസോ അല്ലെങ്കിൽ ഒരു പോയറ്റിന്റെ ലൈഫിൽ നടക്കുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇവന്റ്സോ അല്ല ഒരു പോയട്രിയെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയട്രിയുടെ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഡയറക്ട്ലി അറ്റാക്കിംഗ് വേർഡ്സ്വർത്ത് ആണ്. വേർഡ്സ്വർത്തിന്റെ ഡാഫഡിൽസിന്റെ പോയവുമായി ബന്ധപ്പെട്ടുള്ള തിയറിയാണ് ശരിക്കും ഡയറക്ട്ലി അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്. One error, in fact, of eccentricity in poetry is to seek for new human emotions to express. Seeking new human emotions to express. പുതിയ ഹ്യൂമൻ ഇമോഷൻസിനെ പോയട്രിയിലൂടെ സീക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു എറർ ആയിട്ടാണ് ശരിക്കും ടി.എസ്. എലിയറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. The business of the poet is not to find new emotions but to use ordinary ones. So എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം the business of the poet, the function of the poet is not to find new emotions or go in search of new emotions, but rather emotions are already there. You take these emotions because emotions are already very, very constant. Emotions are like already categorized. You cannot find new emotions. It's already there, out there. So you take these ordinary emotions and use it, work them up into poetry to express feelings which are not in actual emotions at all. To express feelings. For എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫീലിങ്സ് ആണ്, ഫീലിങ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു എക്സ്പ്രഷനിൽ. ഇമോഷൻസിന്റെ അകത്തൊന്നും ഫീലിങ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ഹി ബിലീവ്സ് ദാറ്റ് ഇമോഷൻസ് റിഫ്ലക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി ഈസ് എൻ ഇനെക്സാക്ട് ഫോർമുല. പോയറ്റിക് ക്രിയേഷൻ ഇനെക്സാക്ട് ഫോർമുലയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ആൻഡ് എ ന്യൂ തിങ് റിസൾട്ടിംഗ് ഫ്രം ദ കോൺസെൻട്രേഷൻ ഓഫ് എ വെരി ഗ്രേറ്റ് നമ്പർ ഓഫ് എക്സ്പീരിയൻസസ് which to the practical and active person would be seen to be experiences at all. It is a concentration which does not happen consciously or deliberation. The bad poet is usually unconscious whether he ought to be conscious and conscious when where he ought to be unconscious. അതൊരു ബാഡ് പോയിന്റിന്റെ ഫീച്ചറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്. യൂഷ്വലി അൺകോൺഷ്യസ് വെയർ ഹി ought to be. കോൺഷ്യസ് ആയിരിക്കേണ്ടിരിക്കുമ്പോൾ അൺകോൺഷ്യസ് ആവുകയും അൺകോൺഷ്യസ് ആയിരിക്കേണ്ടിരിക്കുമ്പോൾ കോൺഷ്യസ് ആവുകയും ചെയ്യുന്നത് ഒരു ദാറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് എ ബാഡ് പോയിന്റ് എന്ന് പറയും. ബോത്ത് എറേഴ്സ് ടെൻസ് ടു മേക്ക് ഹിം പേഴ്സണൽ. സോ എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എറർ പോയട്രിയിൽ എന്ന് പറയുന്നത് പേഴ്സണൽ ആവുക എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ ഇമോഷൻസിനെ വെന്റിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോയട്രിയിലൂടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ പേഴ്സണൽ പ്രോഡക്റ്റ് ആക്കുക പോയട്രിയെ എന്ന് പറയുന്നതാണ് എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻസ് ബട്ട് an escape from emotions. It is not the expression of personality, rather it is an escape from personality. The emotion of art is impersonal. That is very important for him. The emotion of art is impersonal. There is no personal business between poetry and a poet, or a creative work and a creative mind. So poetry should be impersonal, and the poet cannot reach this impersonality without surrendering himself wholly to the work to be done. അതായത് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ഇതിന് വേണം എന്നൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടാണ് ആ എസ്സേ അവസാനിപ്പിക്കുന്നത്. ഓക്കെ,